പുതിയ തലമുറയ്ക്ക് പരിചിതമല്ലാത്ത അപൂർവം ക്യാമറകളുടെ മിനിയേച്ചർ പതിപ്പുകൾ 29ാം അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ സിനിമ ആസ്വാദകർക്ക് കൗതുക കാഴ്ചയായി. തിരുവനന്തപുരം നെയ്യാറ്റിൻകര സ്വദേശി മോഹനാണ് ഈ ക്യാമറകളുടെ ശില്പി. ാം അന്താരാഷ്ട്ര ചലച്ചിത്രവേദിയിൽ എല്ലാവരെയും വീക്ഷിച്ച് കുറേ ക്യാമറ കണ്ണുകൾ. ഹൈ റെസൊല്യൂഷൻ മൊബൈൽ ഫോണിൽ ഞൊടിയിടയിൽ സിനിമകളും റീൽസും ഒക്കെ എടുത്തു തള്ളുന്നവർക്ക് അത്രയങ്ങ് പരിചിതമല്ലാത്ത ചില ഓൾഡ് ഈസ് ഗോൾഡ് ക്യാമറകളുടെ മിനിയേച്ചറുകൾ. പൂർണ്ണമായും തേക്കിൻ തടിയിൽ നിർമ്മിച്ച ഈ ക്യാമറകളുടെ ശില്പി തിരുവനന്തപുരം സ്വദേശി മോഹനാണ്. ആയിരത്തി 1960കളിൽ സിനിമകളിൽ ഉപയോഗിച്ച ക്യാമറകൾ ഈ തലമുറയ്ക്ക് അത്ര പരിചിതമല്ല. പുതുതലമുറ കണ്ടിട്ടുണ്ടാകില്ല. എന്നാൽ അത്തരം ക്യാമറകളുടെ ചെറുപതിപ്പുകൾ 29ാം അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ നിരത്തിവെച്ചപ്പോൾ സിനിമ ആസ്വദിക്കുന്നവർക്കും യുവതലമുറയ്ക്കും അതൊരു കൗതുക കാഴ്ചയായി. നാൽപ്പത് വർഷത്തിലേറെയായി സിനിമയിൽ സെറ്റ് വർക്ക് ചെയ്യുന്ന നെയ്യാറ്റിൻകര സ്വദേശി മോഹനാണ് ഈ സൃഷ്ടിക്ക് പിന്നിൽ. കോവിഡാനന്തരവും ഇങ്ങോട്ടും ചില വർഷങ്ങളൊഴിച്ചാൽ ചലച്ചിത്രമേളയുടെ സ്ഥിരം സന്ദർശകനാണ് മോഹൻ. എന്നാൽ ശരീരത്തിൻ്റെ ഒരു വശം തളർന്നുപോയപ്പോൾ വീണ്ടെടുക്കാനായി ചെറിയ ശില്പങ്ങൾ ചെയ്തു തുടങ്ങി. ഞാൻ ഫിലിം ഫീൽഡായിരുന്നു വർക്ക്. ഒരു 40-42 വർഷക്കാലം ഞാൻ സിനിമയിൽ ആർട്ട് സെറ്റ് വർക്ക് ചെയ്ത ആളാണ്. അങ്ങനെ ചെയ്ത് നിരവധി സിനിമകൾക്ക് വേണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു 4-5 വർഷത്തിനിപ്പുറം എനിക്കൊരു ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റി എനിക്ക് സൈറ്റിലൊന്നും പോയി വർക്ക് ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റേജ് വന്നപ്പോൾ ഞാൻ എൻ്റെ നാട്ടിൽ തന്നെ ഇരുന്ന് ഒരു ചെറിയൊരു ഷോറൂം പോലെയൊക്കെ ആരംഭിച്ച് ഇങ്ങനെ മിനിയേച്ചറിലേക്ക് അങ്ങ് കയറിയാണ്. അപ്പോൾ എപ്പോഴും മിനിയേച്ചർ ചെയ്ത് കൊടുക്കാൻ സാധിക്കാത്തത് കൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു ആശയം എൻ്റെ മനസ്സ് ഉദിച്ച് അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങുകയും ഈ ഫെസ്റ്റിവലിന് നിരവധി സിനി ഫീൽഡിലുള്ള ആൾക്കാർ വരുന്നുണ്ട്. അവരെല്ലാവരെയും ഒന്ന് പരിചയപ്പെടാനും പരിചയമുള്ളവരെ ഒന്ന് വീണ്ടും പരിചയം പുതുക്കാനും ഒരു അവസരം കൂടിയാണ്. എനിക്കിപ്പോൾ ഈ അവസരത്തിൽ എനിക്ക് കഴിഞ്ഞ വർഷം അതിൻ്റെ അങ്ങേ വർഷമൊന്നും എനിക്ക് ഫീൽഡ് സെറ്റിൽ ഇങ്ങോട്ട് വരാൻ കഴിഞ്ഞില്ല, ഇങ്ങോട്ട് വരാൻ സാധിച്ചില്ല. ഈ അസുഖ കാരണം യാത്ര ചെയ്യാനും പറ്റില്ല. ഇപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു അനുഗ്രഹം ഉണ്ടായതെന്ന് ഇനി അടുത്ത വർഷം എനിക്ക് വീണ്ടും ഇതിനേക്കാളും നല്ല രീതിയിൽ കുറച്ചുകൂടി വെറൈറ്റി, കാരണം ജനറേഷനൊന്നും കാണാത്ത കുറേ സംഭവങ്ങൾ ചെയ്യാൻ ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അടുത്ത വർഷം ഫെസ്റ്റിവലിന് കുറേ കൂടി കാണിക്കണം എന്നൊരാഗ്രഹം എനിക്കുണ്ട്. അവർക്കെല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. വളരെ നല്ല വരണം എന്നെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പരിചയക്കാരും മറ്റ് പുതിയതായിട്ട് വരുന്നവരും ന്യൂ ജനറേഷനും എല്ലാവരും ഒന്നും എൻ്റെ നമ്പർ കളക്ട് ചെയ്യുന്നുണ്ട്. അവർക്ക് ആവശ്യം വരുമ്പോൾ വിളിക്കാം. ഫങ്ഷനൊക്കെ അവർക്ക് മൊമെൻ്റോ വേണ്ടി വരും. എല്ലാം അങ്ങനെ എന്നെ വളരെയധികം സന്തോഷത്തിലാണ് ഞാനിപ്പോൾ മുൻ വർഷത്തെക്കാളും. ഓരോ ഫിലിമിനും ജീവന്റെ വിലയുണ്ടായിരുന്ന കാലത്ത് സിനിമാ ലോകം അടക്കി ഭരിച്ച മിച്ചലും പാനാവിഷനും ആരിഫ്ലെക്സും ലോകത്തിൻ്റെ പല ഭാഗത്ത് ജനിച്ച സിനിമകൾ കാണാൻ, പല ഭാഗത്തു നിന്ന് വന്ന സിനിമ ആസ്വാദകരെ കാണാൻ അങ്ങനെ ഇരിപ്പാണ്. ക്യാമറാമാൻ ചന്ദ്രൻ ആര്യനാടിനൊപ്പം അനന്തപത്മനാഭൻ, M5 ന്യൂസ്, തിരുവനന്തപുരം.